പരിശുദ്ധമായ റമദാൻ വരുന്നതിന് മുമ്പ് 2 മാസക്കാലം മുമ്പ് നമ്മളൊക്കെ ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവിനോട് ദുആ ചെയ്ത് കാത്തിരുന്ന പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നു. പടച്ചവനെ പെട്ടെന്ന് ഇങ്ങ് വന്നോ എന്ന് തോന്നി. ആ റമദാനിന്റെ 1-ാമത്തെ 10 റഹ്മത്തിന്റെ 10 വളരെ പെട്ടെന്ന് കടന്നുപോയി. നമ്മൾ വിചാരിച്ചു പടച്ചവനെ ഇനി മഗ്ഫിറത്തിന്റെ 10 ഉണ്ടല്ലോ. ആ മഗ്ഫിറത്ത് തീർന്നത് ഒരാഴ്ച തീർന്നത് പോലെ 10 ദിവസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമദാനിന്റെ അവസാനത്തെ 10 ദിനങ്ങളിലേക്ക് നമ്മൾ കാലെടുത്തു വെച്ചു കഴിഞ്ഞു. അള്ളാഹുവിന്റെ കരുണ ചോദിച്ചു വാങ്ങാൻ അള്ളാഹു 10 ദിവസം നൽകി. നേടിയോ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുക. 10 ദിവസം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കരുണ ചോദിച്ചു വാങ്ങാൻ നൽകിയിട്ട് ചോദിച്ചു വാങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവിടെയാ നാം ചിന്തിക്കേണ്ടത്. 2-ാമത്തെ 10 ദിവസം അള്ളാഹു നൽകിയത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് പാപങ്ങൾ കഴുകിക്കളയാൻ അള്ളാഹു 10 ദിവസം നമുക്ക് നൽകിയിട്ട് ആ 10 ദിവസവും നമ്മൾ നിന്ന് വിട പറഞ്ഞു. ഇനി അവസാനത്തെ 10 ദിനരാത്രങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് എല്ലാത്തിനും കൂടെയുള്ളതാ. അള്ളാഹുവിന്റെ അവസാനത്തെ 10 ദിവസം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് ഇതെല്ലാം കൂട്ടിക്കലർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിൽ നിന്ന് കരകയറി സ്വർഗത്തിൽ ഒരു ഇരിപ്പിടം ഉറപ്പിക്കുക, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ഉറപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു 10 ദിവസം എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോഴും ഒരു ചിന്തയുമില്ലാതെ നടക്കുകയാണ്. പടച്ചവനെ എന്തോ ഇങ്ങനെ വന്നു, റമദാൻ വന്നു പോകുന്നു. സാധാരണ ദിനങ്ങളെ പോലെ, സാധാരണ ദിവസങ്ങളെ പോലെ ഇതിന് നൽകാ വലിയ ഒരു മഹത്വമോ പവിത്രതയോ അല്ലെങ്കിൽ ഇതിന്റെ സ്ഥാനമോ ഞാനും നിങ്ങളും മറന്നു പോകുകയാ. ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ തള്ളി നീക്കുക.